അപ്പോൾ എല്ലാവർക്കും ബ്ലാസ്റ്റേഴ്സ് ഫയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ അല്ലാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതെ, സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതാ പങ്കെടുക്കാൻ പോകുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം നാളെയാണ്. അതോടുകൂടിയാണ് സൂപ്പർ കപ്പ് തുടങ്ങുന്നത്. സോ നമ്മളുടെ ആദ്യത്തെ മത്സരം ഈസ്റ്റ് ബംഗാളിനെതിരായിട്ടാണ്. സോ നമ്മൾക്കിത് നേടാൻ പറ്റും, മനസ്സിലായോ? ഇത് നേടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗുണം വെച്ചാൽ നമുക്കിതുവരെ കപ്പില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ട്രോഫി വിർജിൻസ് എന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കണ പേരൊക്കെയാണ് നമുക്കുള്ളത്. സോ ആ ടൈറ്റിൽ എടുത്ത് മാറ്റിയിട്ട് നമ്മൾക്ക് ഒരു കപ്പ് എത്തിക്കാൻ പറ്റി കഴിഞ്ഞാൽ നമ്മളെ കളിയാക്കലുകളെയൊക്കെ നമുക്ക് ചുരുട്ടിയെറിയാം. അതായത് നമുക്ക് മാത്രമാണ്, നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ ISL എത്ര 13, 14, 15 ക്ലബ്ബുകളുള്ളതിൽ അതിൽ 14ഓളം ടീമുകളും കപ്പടിച്ചപ്പോൾ നമ്മളൊരു ടീം മാത്രമാണ് ഇതുവരെ ഏറ്റവും ഒരു ട്രോഫി പോലും അടിക്കാതെ നിൽക്കുന്നത്. സോ നമ്മളെ പേരിൽ ഒരു ട്രോഫി രേഖപ്പെടുത്തണം. നാണക്കേടാണ്. ഒരു ഇന്ത്യൻ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അഞ്ച് ട്രോഫികളൊക്കെ ഉണ്ട്. 5 ട്രോഫിയിൽ ഒരു ട്രോഫി പോലും ഇല്ലാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വേൾഡ് ക്ലാസ് കോമഡി. എന്തായാലും നമുക്ക് കാണാം ഈ ടീമിനെ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കുമെന്ന്. ഫസ്റ്റത്തെ മത്സരം തന്നെ ഈസ്റ്റ് ബംഗാളിനെതിരെയാണ്. ക്വാർട്ടറിൽ മോഹൻ ബഗാൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ ചിന്തിക്കട്ടെ. സോ ഈ 2 കടമ്പകൾ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രോഫി പ്രതീക്ഷിക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ. ഡേവിഡ് കാരല പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ പെട്ടെന്ന് തന്നെ പോയിട്ടൊരു കപ്പടിക്കുക എന്ന് പറഞ്ഞത് ഇമ്പോസിബിളാണ്. ബട്ട് പതുക്കെ അതായത് ഇപ്പോഴടുത്ത് നേടുന്ന അദ്ദേഹം പറയുന്നില്ല കേട്ടോ. അദ്ദേഹത്തിന് പോലും പ്രതീക്ഷയില്ല ഈ ടീമിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഡിഫൻസിൽ മിസ്റ്റേക്ക് ഉണ്ട്, എന്നാലും പറയുന്നത് കപ്പടിക്കും. ദാറ്റ്സ് എ ജോക്ക്. എന്താ വെച്ചാൽ നോക്ക്, ഇവന്മാരൊന്നും എത്ര കിട്ടിയാലും പഠിക്കില്ല. എന്നാലും കോച്ചുമാരുടെ ഡയലോഗ് ഉണ്ടാവും, ഞങ്ങൾ കപ്പടിക്കും, മാങ്ങ അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ. നമ്മൾ കുറച്ച് ദിവസം വീഡിയോ ഇടാൻ വൈകിപ്പോയിരുന്നു, കാരണം എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ ഒരുപാട് പണി ഉണ്ടായിരുന്നു, അതാണ്. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.